കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ പ്രതിഷേധം. 10 യുവമോർച്ച പ്രവർത്തകർ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് റെയിൽവേ പോലീസ്. അന്യായമായി സംഘം ചേരൽ, റെയിൽവേയിൽ അതിക്രമിച്ചു കയറൽ, ലഹള ഉദ്ദേശത്തോടു കൂടിയുള്ള മുദ്രാവാക്യം വിളി മറ്റ് യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ്. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ സഞ്ചരിച്ച മാവേലി ഇന്നലെ രാത്രി 9:30 കോഴിക്കോട് എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. വിവരങ്ങളുമായി അനഘാഹർഷൻ ചേരുകയാണ്. അനഘ, യുവമോർച്ച പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അതും നിരവധി വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ കേസിന്റെ മറ്റ് വിശദാംശങ്ങൾ? അശ്വതി, ഇന്നലെ രാത്രിയിലായിരുന്നു ഈ യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വെച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനെ തടഞ്ഞത്. അതായത് കാസർകോട്ടെ ഈ വി ഡി സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനി വി ഡി സവർക്കറെ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയതിന് കാസർകോട്ടെ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി തടഞ്ഞത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു തടഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ കേസ് എടുത്തിട്ടുള്ളത്. അതായത് ഈ കേസ് എടുത്തിരിക്കുന്നത് അന്യായമായി സംഘം ചേരൽ, റെയിൽവേയിൽ അതിക്രമിച്ചു കയറൽ, ലഹള ഉദ്ദേശത്തോടുകൂടി മുദ്രാവാക്യം വിളിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഈ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ കേസെടുത്തിരിക്കുന്നത്. ശരിയാണ്, വിവരങ്ങൾ വ്യക്തമാണ്. യുവമോർച്ച പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അനഘ ഹർഷൻ.